നമസ്കാരം. ഗൾഫ് രാജ്യങ്ങൾക്കു നേരെ ഇറാൻ തൊടുത്തുവിടുന്ന മിസൈൽ വർഷം നിർത്താൻ ഒടുവിൽ ഇറാൻ തന്നെ ഒരു പോംവഴി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സർവ്വ പ്രശ്നങ്ങൾക്കും കാരണക്കാരനായ ട്രംപിനെ ചവിട്ടി പുറത്താക്കിയാൽ സകല പ്രശ്നങ്ങൾക്കും ഒരു അറുതി വരുമെന്നാണ് ഇറാന്റെ നിർദ്ദേശം. കാരണം ആവശ്യമില്ലാത്ത യുദ്ധം നിലവിലുണ്ടാക്കിയത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കക്കാരെയും പുറത്താക്കണമെന്നാണ് US സൈനിക താവളങ്ങൾ നീക്കം ചെയ്യണമെന്നുമാണ് ഇറാന്റെ നിർദ്ദേശം. ഇറാൻ എംപിയാണ് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറാന്റെ മിസൈലുകളിൽ നിന്നും ഉള്ള ഭീഷണി ഒഴിവാകണമെങ്കിൽ അവർ അമേരിക്കക്കാരെ രാജ്യത്ത് നിന്നും പുറത്താക്കണമെന്നാണ് ഇറാനിയൻ MP വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ അതിർത്തിയിൽ നിന്നും അമേരിക്കൻ സൈനിക താവളങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് ഈ രാജ്യങ്ങളെ ഉറപ്പാക്കണമെന്നാണ് MP വ്യക്തമാക്കിയിരിക്കുന്നത്. US, ഇസ്രയേൽ, ഇറാൻ സംഘർഷം തുടർച്ചയായി 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നതിനിടെയാണ് ഇറാനിയൻ MPയുടെ ഭീഷണി എത്തിയത്. അതിനിടെ US, ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1230 ഉയർന്നു. വ്യാഴാഴ്ചയും ഇസ്രയേൽ ഇറാനിൽ കനത്ത വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഹിസ്ബുള്ളക്കെതിരെ ലെബനിലും ഇസ്രയേലിലും ആക്രമണം തുടരുകയാണ്. അതിനിടെ ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയതിനെ അമേരിക്ക അങ്ങേയറ്റം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനു പിന്നാലെ US പതാകയുള്ള എണ്ണക്കപ്പൽ ആക്രമിച്ചതായും ഇറാന്റെ സായുധ സേനയായ IRGCയും അവകാശപ്പെട്ടു. പേർഷ്യൻ ഗൾഫിൽ വെച്ചാണ് US എണ്ണക്കപ്പൽ ആക്രമിച്ചതെന്നും ആക്രമണത്തിന് പിന്നാലെ കപ്പലിന് തീ പിടിച്ചെന്നും IRGC അവകാശപ്പെടുന്നു. എന്തായാലും പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിച്ചേക്കാം എന്ന തോന്നലിലാണ് യുദ്ധം തുടങ്ങിയത് എന്നുള്ള ട്രംപിന്റെ അവകാശവാദം ഇനി ഒരിക്കലും നിലനിന്നു പോകില്ല. കാരണം ഇല്ലാത്ത പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചത് ട്രംപ് ആയിരുന്നു. ഇറാനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഇപ്പൊ ട്രംപ് ഭരണകൂടത്തിന് കൃത്യമായ ഒരു ധാരണയില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇറാനെ കുറിച്ചുള്ള ഔദ്യോഗിക യോഗം കഴിഞ്ഞു വരികയാണ് എന്നാണ് നിലവിലുള്ള ധാരണ. അതായത് നിലവിലുള്ള പുറത്തു വരുന്ന റിപ്പോർട്ട്. നിങ്ങൾ കരുതുന്നതിലും വളരെ മോശം നിലയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ അറിയാത്ത ഒരു അവസ്ഥയാണ്. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നടത്തുന്ന ഈ യുദ്ധം നുണകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന് ഒരു അടിയന്തര ഭീഷണിയും ഇറാന്റെ ഭാഗത്തു നിന്നില്ലായിരുന്നു എന്നാണ് അമേരിക്കക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തിനാണ് ഈ അനാവശ്യ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നതിന് കൃത്യമായ ഒരു കാരണവും ട്രംപിന് ഇത്രയും നാളായിട്ട് നൽകാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ യുദ്ധം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയും ട്രംപിന് ഇപ്പോൾ ഇല്ല.